ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി. ഇത് ടോട്ടലി BTS ഹേറ്റേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. സോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എന്നാലേ ഈ വീഡിയോ എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. ലോകം അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുമല്ല. അവർ ലോകത്തോട് മറുപടി പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ ആരുമല്ലാത്തവരുടെ ദൈവമാകും. അതെ, 13 വർഷങ്ങൾക്കിപ്പുറം അവർ അത് തെളിയിച്ചിരിക്കുകയാണ്. ഇത് വെറും കഥയല്ല, തോറ്റു പിന്മാറാൻ തയ്യാറല്ലാതിരുന്ന 7 സാധാരണ പയ്യന്മാരുടെ പോരാട്ടത്തിന്റെ കഥയാണ് ദ റിയൽ BTS സ്റ്റോറി. ആരാണ് ഈ BTS? ഇവരെങ്ങനെ ഇത്ര പോപ്പുലർ ആയത്? ഇതെല്ലാം BTSനെ പറ്റി അധികം ഒന്നും അറിയാത്ത ഒരാളോട് ചോദിച്ചാൽ അവര് പറയുന്നത് ഇങ്ങനെയായിരിക്കും: അതൊന്നുമില്ലടാ, അതൊരു കൊറിയൻ ബോയ് ബാൻഡാണ്. അധികം ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഒരു കഴിവുമില്ലാത്ത 7 വാൾപുട്ടി അടിച്ചവന്മാർ ചേർന്നുള്ള ഒരു ബാൻഡ്. വലിയ മെനയൊന്നുമില്ല. കുറെ ടീനേജ് പെമ്പിള്ളേർ ചേർന്ന് അങ്ങോട്ട് ഫേമസ് ആക്കി വിട്ടതാ. ഇപ്പൊ അനുഭവിക്കുന്നത് നമ്മളും എന്നായിരിക്കും. പക്ഷേ അതാണോ സത്യം? ഈ പേരിനും പുകഴ്ചയ്ക്കും പ്രശസ്തിക്കും ഒക്കെ മുമ്പ് ഒരു കഥ അവർക്ക് പറയാനുണ്ട്. യാതനയുടെ, വേദനയുടെ, ഒറ്റപ്പെടലിന്റെ യഥാർത്ഥ കഥ. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ 7 പേരുടെ ജീവിതകഥ. ഒരു കഥ സൊല്ലട്ടുമാ സർ? ഇതെല്ലാം തുടങ്ങുന്നത് സൗത്ത് കൊറിയയിലെ സോൾ നഗരത്തിലെ ഒരു ചെറിയ എന്റർടൈൻമെന്റ് കമ്പനിയായ ബിഗ് ഹിറ്റിൽ നിന്നാണ്. K-pop ഇൻഡസ്ട്രിയിലുള്ളവർക്ക് പോലും ആ കമ്പനി അത്ര സുപരിചിതമായിരുന്നില്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കുഞ്ഞു കമ്പനി. 2010 ഈ കമ്പനി ഒരു ബോയ് ബാൻഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ പ്രകാരം കമ്പനിയുടെ ഫൗണ്ടറും ചെയർമാനുമായിട്ടുള്ള പാങ് സ്യൂ ഹുക്കിന്റെ നേതൃത്വത്തിൽ സൗത്ത് കൊറിയ മുഴുവൻ വ്യാപകമായി ഓഡീഷൻ വയ്ക്കുകയും അതിൽ നിന്നും ബെസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചില ടീനേജേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് ഫ്യൂച്ചറിനെ തിരിക്കുക എന്നത് സൗത്ത് കൊറിയ പോലുള്ള രാജ്യത്ത് അത്ര പുതുമയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പോലും ഒരുപാട് പ്രതിസന്ധികൾ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പുതുതായി തുടങ്ങാൻ തീരുമാനിച്ച ബോയ് ബാൻഡിലേക്ക് ആദ്യമായി തെരഞ്ഞെടുത്തത് കിം നംജൂൺ എന്ന ആറമ്മിനെയാണ്. പിന്നാലെ മിൻ യുങ്കി എന്ന അഗസ്റ്റി, ജങ് ഹൊസോക് എന്ന ജെഹോപ്പ്, ജിയോൺ ജംഗൂക്ക് എന്ന JK, സൊക്ജിൻ എന്ന ജിൻ, കിം ടയോങ് എന്ന V, പാക് ജിമിൻ എന്ന ജിമിൻ എന്നീ ക്രമത്തില് മറ്റു മെമ്പേഴ്സും കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ 7 പേരടങ്ങുന്ന ഒരു ബോയ് ബാൻഡ് രൂപീകൃതമായി. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു ബോയ് ബാൻഡ്. പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന അവർക്ക് 7 പേർക്കും ഈ ലോകത്തോട് പറയാനുണ്ടായിരുന്നത് 7 വ്യത്യസ്തമായ കഥകളായിരുന്നു. 2013 ജൂൺ 13 ഇവരെ 7 പേരെയും ചേർത്ത് ബാങ്ടൺ സൊന്യോദാൻ അഥവാ ബുള്ളറ്റ് പ്രൂഫ് ബോയ് സ്കൗട്ട് എന്ന പേരിൽ ഒഫീഷ്യലി ഒരു ബോയ് ബാൻഡ് ആരംഭിക്കുകയും അതിന്റെ ലീഡറായി RM അഥവാ കിം നംജൂണിനെ തീരുമാനിക്കുകയും ചെയ്തു. അവരുടെ ഡെബ്യൂട്ട് ആൽബമായ നോ മോർ ഡ്രീംസ് അന്ന് അത്ര കൊണ്ട് സക്സസ് ആയില്ല. പല വലിയ വലിയ കൊമ്പന്മാരെ കൊടികുത്തി വാഴുന്ന K-പോപ്പിലേക്കുള്ള ഈ 7 പേരുടെ ആദ്യ ചുവടുവയ്പ് അധികം ആരും കാണാതെ പോയി. എന്നാൽ അത്ര പെട്ടെന്ന് തോറ്റു പിന്മാറാൻ അവർ തയ്യാറായിരുന്നില്ല. അവരുടെ ഡെബ്യൂട്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയതിന് കമ്പനിയുടെ പേരും ഒരു പ്രധാന കാരണമായിരുന്നു. ബാൻഡ് തുടങ്ങുന്ന സമയം ബാങ്ക്രപ്റ്റ് ആവേണ്ട വക്കിലായിരുന്നു ആ കമ്പനി. അന്ന് ഒരു ബോയ് ബാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്ര സാമ്പത്തിക ഭദ്രതയൊന്നും ആ കുഞ്ഞു കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. വലിയ വലിയ പിടിപാടുകൾ ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ K-pop വേൾഡിൽ തന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടാനും മാത്രം ആ കമ്പനിക്ക് വലിപ്പമുണ്ടായിരുന്നില്ല. ഇത്രയും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കുഞ്ഞു കമ്പനിയുടെ ഭാഗമായിട്ടാണ് അവരുടെ തുടക്കം. ജീവിതത്തിൽ എടുക്കേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ അതൊന്നും അവരെ തളർത്തിയില്ല. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവാൻ തന്നെ അവർ തീരുമാനിച്ചു. ഒരു ചെറിയ ഡോമില് 7 പേരും ഒരുമിച്ചായിരുന്നു താമസമൊക്കെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഒരുപാട് ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിരുന്നു. സ്വന്തം ടീംമേറ്റ്സ് പട്ടിണി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടീമിലെ മൂത്തവനായ സൊക്ജിൻ അഥവാ ജിന്ന് സ്വന്തം കയ്യിൽ നിന്ന് വരെ ഭക്ഷണ ചെലവ് നോക്കാറുണ്ടായിരുന്നു. വളരെ ഹാർഡായിട്ടുള്ള പ്രാക്ടീസ് സെക്ഷനുകൾ, ഉറങ്ങാനാവാത്ത രാത്രികൾ, അതികഠിനമായ ഡയറ്റ് പ്ലാനുകൾ, അങ്ങനെ വേദനയും സ്വപ്നവും ഒരുമിച്ച് വന്നിരുന്ന ദിവസങ്ങളായിരുന്നു അത്. അവരുടെ ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിരുന്ന ഒരു സഹായവും മെയിൻ സ്ട്രീം ബ്രോഡ്കാസ്റ്റേഴ്സിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നില്ല. വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് ക്യാമറ കണ്ണുകൾ പോലും അവരുടെ നേരെ കണ്ണടച്ചു. 2014 അവരുടെ കൺസേർട്ടിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടി സ്ട്രീറ്റിലിറങ്ങി ഫ്രീ കൺസേർട്ട് പ്രൊമോട്ട് ചെയ്യുകയും ആ സ്ട്രീറ്റ് പ്രൊമോഷൻ വഴി 250 ആളുകൾ കൺസേർട്ടിൽ കൂടിച്ചേരുകയും അവർക്ക് വേണ്ടി അതിമനോഹരമായി പെർഫോം ചെയ്യുകയുണ്ടായി. അതിൽ ഇംപ്രസ്ഡ് ആയ ചില ആളുകൾക്ക് അവരുടെ ആരാധന ഉണ്ടാവുകയുണ്ടായി. അത് അവരുടെ ലൈഫിൽ ചെറിയ തോതിൽ തന്നെ മാറ്റം വരുത്തി. അതിനുശേഷം അവർ നേരിട്ടത് അതികഠിനമായ അവഗണനകളായിരുന്നു. അവരുടെ പാട്ടുകളിൽ നിഴലിച്ചു നിന്നിരുന്നത് റിയലിസ്റ്റിക് ആയ കാര്യങ്ങളായിരുന്നു. മെന്റൽ ഹെൽത്ത്, സോഷ്യൽ പ്രഷർ ഇവയെല്ലാം അവരുടെ പാട്ടുകളിലെ പ്രധാന വിഷയമായിരുന്നു. എന്നാൽ ഇത് അന്നത്തെ മെയിൻ സ്ട്രീം K-പോപ്പിന്റെ ടിപ്പിക്കൽ റൊമാൻറ്റിക് തീമിന് എതിരെയായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഒരുപാട് അനാവശ്യ ക്രിറ്റിസിസങ്ങളും മാറ്റി നിർത്തലുകളും അവർ നേരിട്ടു. ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ അധികാരവർഗം അടിച്ചമർത്തുന്നത് പോലെ അവരും അടിച്ചമർത്തപ്പെട്ടു. ഒരുപാട് സൈബർ ബുള്ളിയിങ്ങും മെന്റൽ പ്രഷറും അധികമായി അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം മടുത്ത് ഗ്രൂപ്പ് തന്നെ വിട്ടുപോവാൻ ജെഹോപ്പ് തീരുമാനിച്ചു.
എന്നാൽ അതിനുള്ളിൽ തന്നെ ഒരു കുടുംബം പോലെ ആയി മാറിയ മെമ്പേഴ്സിന്റെ പ്രേരണ മൂലം, പ്രത്യേകിച്ച് ഗ്രൂപ്പിലെ ഇളയവനായ JKയുടെ കരഞ്ഞു കാലു പിടിച്ചുള്ള അഭ്യർത്ഥന മാനിച്ച് വീണ്ടും ഒരു ചാൻസ് കൂടെ കൊടുത്തു നോക്കാൻ ജെഹോബ് തീരുമാനിക്കുകയാണ്. എന്നാൽ ആ തീരുമാനം നല്ലതായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. 2015 റിലീസാക്കിയ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ലൈഫ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 അവരുടെ കരിയർ തന്നെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് യൂത്തിനിടയിലേക്ക് സോങ്സ് എത്താൻ തുടങ്ങി, ആരാധകർ കൂടാൻ തുടങ്ങി. ആ ആരാധകരെ ആമി എന്ന് വിളിച്ചു. ആ ഇയറിലെ മ്യൂസിക് ഷോ അവാർഡ് ഐ നീഡ് യു എന്ന സോങ്ങിനും നേടുകയാണ്. പിന്നീട് അങ്ങോട്ട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല. ടോട്ടൽ 559 പരം അവാർഡ്സ് ഇത്രയും നാളുകൊണ്ട് അവർ നേടിയെടുത്തു. 2018 അവരൊരു ഞെട്ടിക്കുന്ന കാര്യം ആമീസിനോടായി പറഞ്ഞായിരുന്നു. മാനസിക സമ്മർദ്ദം മൂലം ഒരിക്കൽ ഗ്രൂപ്പ് തന്നെ പിരിച്ചുവിടുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. പക്ഷെ താങ്ങായി തണലായി പരസ്പരം ഓരോ മെമ്പേഴ്സും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ വീണ്ടും എഴുന്നേറ്റു, പോരാടി. അതിനുശേഷം നടന്നത് ചരിത്രം. 2019 മുതൽ അവരുടെ സുവർണ കാലമായിരുന്നു. 2020 കൊറോണയുടെ വരവ് കാരണം ലോക്ക്ഡൌൺ ആയ സമയം സൗത്ത് കൊറിയയിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലും മാത്രമായി ഒതുങ്ങി നിൽക്കാതെ ഒരു ഗ്ലോബൽ റെക്കഗ്നിഷൻ നേടാൻ BTSന് കഴിഞ്ഞു. ഗ്രാമി അവാർഡ്സ് നോമിനേഷൻ, UN ജനറൽ അസംബ്ലി വേദിയിൽ പ്രസംഗം, പ്രസിഡൻസുമായിട്ടുള്ള മീറ്റിംഗുകൾ, ടോപ്പ് ബ്രാൻഡുകളുടെ ഏറ്റവും മൂല്യമാർന്ന ബ്രാൻഡ് അംബാസിഡറുകൾ തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ അവർ ഇന്ന് കൈവരിക്കുന്നു. ലോക നേതാക്കളുടെ മുന്നിൽ നിന്ന് അവർ പറഞ്ഞു, സ്പീക്ക് യുവർ സെൽഫ്. നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളുടെ ശബ്ദം ലോകം കേൾക്കട്ടെ എന്ന്. ഒരിക്കൽ ടിക്കറ്റുകൾ വിറ്റുപോകാതെ വിഷമിച്ചിരുന്ന അതേ കുട്ടികൾ ഇന്ന് ഒരു ടിക്കറ്റ് പോലും കിട്ടാൻ അവസരം ഒരുക്കാതെ നിമിഷ നേരം കൊണ്ട് വിറ്റഴിയുന്ന തരത്തില് ലോക ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ അവരെ പരിഹസിച്ചിരുന്ന അതേ ആളുകളെ കണ്ട് അവരുടെ വിജയത്തെക്കുറിച്ച് സംസാരിപ്പിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടിയിരുന്നവർ ഇന്ന് ഒരു രാജ്യത്തെ പോറ്റാനുള്ള എക്കോണമി ഉണ്ടാക്കി കൊടുക്കുന്നു. അവർ ഇന്നലെ പെയ്ത ചെറിയൊരു മഴയിൽ പൊടിച്ചു വന്ന കൂണുകളല്ല, കുത്തി ഒലിക്കുന്ന മഴയെയും അതികഠിനമായ ശീതക്കാറ്റിനെയും പൊള്ളുന്ന തീച്ചുളയെയും ആത്മധൈര്യത്തോടെ ചിരിച്ചുകൊണ്ട് നേരിട്ട് തളരാതെ പിടിച്ചു നിന്നവരാ. അതുകൊണ്ട് തന്നെ വീര്യം കുറച്ചു കൂടും. BTS ഓരോ ആൾക്കാരോടും പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് തോറ്റുപോകും എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോടുവല്ല വേണ്ടത്, എതിർത്ത് നിന്ന് പോരാടണം. വിജയം നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തുന്നവരെ. They are not our distraction. Moreover, they are our backbones. Happy 13th year anniversary ആമീസ്. അങ്ങനെ 13 വർഷം നീണ്ട 13 വർഷത്തെ പോരാട്ടത്തിന്റെ കഥയാണിത്. ഞാൻ ഇതില് എല്ലാ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് അവര്. ഒരുപാട് പേരുടെ ലൈഫ് ഡിപ്രഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഇഷ്ടത്തെ റെസ്പെക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ, പക്ഷെ കളിയാക്കാതിരിക്കുന്നത് ഒരു മാനുഷിക പരിഗണനയാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് എത്ര ഹെയ്റ്റ് കമന്റ്സ് ഇട്ടാലും അവരെ അത് ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഇതിനേക്കാൾ ഒരുപാട് അവർ അനുഭവിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കട്ട്സൊന്നും ഈ പറയുന്ന ഒരാൾക്കും ഇല്ല, എനിക്കുമില്ല. അവരുടെ ടീനേജ് പ്രായത്തില് സ്വന്തം കുടുംബത്തിനെയൊക്കെ വിട്ട് റിസ്കി ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനിടയിൽ അവരുടെ പഠനമൊന്നും അവർ ഉപേക്ഷിച്ചിട്ടില്ല. അവരിൽ 7 പേർക്കും ഡിഗ്രി ഉണ്ട്, 6 പേർക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത പാരൻസിനോടാണ്, അവർ ഞങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടില്ല, ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.